നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ഹെഡ്ലൈൻസ്. മ്യാൻമർ തായ്ലൻഡ് ഭൂചലനത്തിൽ മരണം 150 കടന്നു. 700-ലേറെ പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ച് മ്യാൻമർ സൈനിക മേധാവി. ഇന്ത്യ 15 ടൺ അവശ്യ സാധനങ്ങൾ അയച്ചു. മ്യാൻമറിലും ബാങ്കോക്കിലും ദുരന്തകാല അടിയന്തരാവസ്ഥ. മുനമ്പം വഖഫ് ഭൂമി കേസ് ഇന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കും. കേസിൽ കക്ഷി ചേർന്ന മുനമ്പം നിവാസികളുടെ ഹർജിയാണ് പരിഗണിക്കുക. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചതും രജിസ്റ്റർ ചെയ്തതും ചോദ്യം ചെയ്താണ് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഹർജി നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർ സമരം 48-ാം ദിവസത്തിൽ. നിരാഹാര സമരം 10-ാം ദിനം. സമരം ശക്തമാക്കാൻ തീരുമാനം. തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കാൻ ആശമാർ. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്ര എറണാകുളം ജില്ലയിൽ 2-ാം ദിനം. ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷന് മുന്നിൽ നിന്ന് പ്രത്യേക മോർണിംഗ് ഷോ. 200 അമ്മമാരുടെ കടൽ യാത്ര SKN ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്നത്തെ പര്യടനം സമാപിക്കുക ആലുവയിൽ. കേരള സർവകലാശാലയിൽ ഗുരുതര വീഴ്ച. അധ്യാപകൻ ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തി. വീണ്ടും പരീക്ഷ നടത്തുമെന്ന് സർവകലാശാല. നഷ്ടമായത് കേരള സർവകലാശാലയിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ്. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായി വിവരം. പ്രതി രാജീവിന്റേതാണ് നിർണായക മൊഴി. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വസതിയിൽ നിന്ന് അനധികൃത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സമിതി ഉടൻ മൊഴി രേഖപ്പെടുത്തും. സുരക്ഷാ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ഡൽഹി ഫയർഫോഴ്സിൽ നിന്ന് സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സമിതിക്ക് ലഭിച്ചെന്ന് സൂചന. തൃശൂരിൽ വീണ്ടും പുലി ഇറങ്ങി. ചാലക്കുടി കാടുകുറ്റി കുറുവക്കടവിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ ആക്രമിച്ചു. കുറുവക്കടവിലെ ജനാർദ്ദനൻ മേനോന്റെ വീട്ടിലെ നായയെയാണ് പുലി ആക്രമിച്ചത്. മകനെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയെന്ന പരാതിയുമായി CPIM ബ്രാഞ്ച് സെക്രട്ടറി. ചെരാനല്ലൂർ സ്റ്റേഷനിലെ ASIക്കെതിരെ DGPക്കും കമ്മീഷണർക്കും പരാതി നൽകി CPIM പള്ളിത്താഴം ബ്രാഞ്ച് സെക്രട്ടറി. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. വാഹന പരിശോധനയ്ക്കിടെ വിഴിഞ്ഞം സ്റ്റേഷനിലെ CPOയെ ബൈക്കിടിച്ച് തെറിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ CPO രാകേഷിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. CISF 56ാമത് സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ആദ്യത്തെ ഗ്രേറ്റ് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലത്തോൺ കോഴിക്കോടെത്തി. 125 CISF സൈക്ലിസ്റ്റുകൾ നടത്തുന്ന യാത്ര ഈ മാസം 31-ന് കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദ സ്മാരകത്തിൽ സമാപിക്കും. കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡ് ലഹരി സംഘങ്ങളുടെ താവളമാകുന്നെന്ന് പരാതി. രാവിലെ 11 മണിക്ക് മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ യോഗം ചേരും. പട്ടിത്തറ ആലൂരിൽ കോൺഗ്രസ് നേതാവിനെ കാണാനില്ലെന്ന് പരാതി. ആലൂർ സ്വദേശി KP ബാലനെയാണ് കാണാതായത്. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ലഹരിവിരുദ്ധ സന്ദേശവുമായി 24 ചീഫ് എഡിറ്റർ SKN നയിക്കുന്ന കേരള യാത്രയ്ക്ക് പിന്തുണയുമായി കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ 24മായി ചേർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ AA ഷുക്കൂർ, MJ ജോബ് എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. മാധ്യമപ്രവർത്തനത്തിന്റെ 40ാം വർഷത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് ലഹരിവിരുദ്ധ പോരാട്ടം നടത്തുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെ സംഘടന അഭിനന്ദിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിന് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ക്ഷണം. കേന്ദ്ര സർക്കാരിൽ അറ്റോമിക് എനർജി വകുപ്പിന്റെയും ഗവേഷണ കേന്ദ്രത്തിന്റെയും ചുമതല വഹിക്കുമ്പോൾ നവീനാശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് ഓക്സ്ഫോർഡ് ക്വാണ്ടം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേരിട്ടുള്ള ക്ഷണം ലഭിച്ചത്. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ലൈഫ് ഇസ് ബ്യൂട്ടിഫുളിന്റെ ജില്ലാതല ഉദ്ഘാടനം സബ് കളക്ടർ ദിലീപ് K കൈനികര നിർവഹിച്ചു. 600ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഏരീസ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭം ഏരീസ് കോംപ്ലക്സ് പുനലൂർ വാളക്കോട് പ്രവർത്തനം തുടങ്ങി. ഏരീസ് ഫ്ലെക്സിന്റെയും ഏരീസ് കൺവെൻഷൻ സെന്ററിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം ഏരീസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയ് നിർവഹിച്ചു. ആര്യനാട് KSRTC ഡിപ്പോയിലെ റോഡിൽ വൻ
വൻതോതിൽ കുഴികൾ രൂപപ്പെട്ടതായി പരാതി. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. 100-ലധികം ട്രിപ്പുകളാണ് ആര്യനാട് ഡിപ്പോയിൽ സർവീസ് നടത്തുന്നത്. ബാലരാമപുരം പൊതുചന്ത നവീകരിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികൾ തുടങ്ങി. 8 കോടി രൂപ ചെലവിൽ 4 നിലകളിലായാണ് പുതിയ മാർക്കറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ പേടികുളം വായനശാലയുടെ മുകളിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു വരുന്ന മാലിന്യം കുന്നുകൂടി കിടക്കുന്നെന്ന് പരാതി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന വായനശാലയാണ് ദുരവസ്ഥ നേരിടുന്നത്. കോഴിക്കോട് രാമനാട്ടുകര പാറമ്മൽ ഭാവന റോഡ് തകർന്ന നിലയിൽ. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ദുരിതത്തിലായി നാട്ടുകാർ. നടപടിയെടുക്കാതെ അധികൃതർ. കണ്ണൂർ കിളിയന്തറയിൽ വഴിയരികിൽ നിക്ഷേപിച്ച മാലിന്യ കൂമ്പാരം കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ. പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആരോപണം. പ്രധാന അറിയിപ്പുകൾ. കണ്ണൂരിൽ വ്യവസായ വാണിജ്യ വകുപ്പും ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന ജില്ലാതല ശില്പശാല ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ നടക്കുന്ന പരിപാടിയിൽ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 16 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ ജില്ലാ ക്രിക്കറ്റ് ടീം സെലക്ഷൻ ട്രയൽസ് ഇന്ന് രാവിലെ 10-ന് മാന്നാനം സെയിന്റ് എഫ്രൈം സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി. കൊല്ലം ഡാലി വാർഡിലെ കണ്ടൻചിറ വെൽഫെയർ LP സ്കൂളിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് ഇന്ന്. ക്യാമ്പ് രാവിലെ 10 മുതൽ തുടങ്ങും. പഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീവി ഉദ്ഘാടനം ചെയ്യും. കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരള കരാട്ടെ അസോസിയേഷനുമായി ചേർന്ന് കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് keralaolympic.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ പുലേനാർകോട്ട ഗവൺമെന്റ് കെയർ ഹോമിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അഭിമുഖം ഏപ്രിൽ 1-ന്. പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് ചുണ്ണാമ്പുതറ ലെവൽ ക്രോസ് ഈ മാസം 31 വരെ അടച്ചിടും. നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. പത്തനംതിട്ട ജില്ലയിലെ മഹാത്മാഗാന്ധി സ്മാരക ഗ്രന്ഥശാലയുടെയും ബഥനി മാർത്തോമ ഇടവകയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9 മുതൽ 1 മണിവരെയാണ് ക്യാമ്പ്. ദേശീയ വാർത്തകൾ നോക്കാം ഇനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദിയുമായി അടുത്ത സൗഹൃദമെന്ന ട്രംപ്. ഇന്ത്യയ്ക്ക് മികച്ച പ്രധാനമന്ത്രി ഉണ്ടെന്നും ഇന്ത്യക്കാർ മിടുക്കരെന്നും ട്രംപ്. ശ്രീലങ്കയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കണമെന്ന് ഇന്ത്യ ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനത്തിന് മുന്നോടിയായി. ബിംസ്റ്റെക് മേഖലയിലെ ദുരന്ത നിവാരണം ഇന്ത്യയുടെ പ്രഥമ പരിഗണനയിലെന്ന് വിദേശകാര്യ മന്ത്രാലയം. നയം വ്യക്തമാക്കിയത് തായ്ലൻഡിലും മ്യാൻമറിലുമുണ്ടായ ഭൂകമ്പങ്ങൾക്ക് പിന്നാലെ. തായ്ലൻഡ് സന്ദർശിക്കാനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്ക സന്ദർശിക്കാനൊരുങ്ങി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഏപ്രിൽ 19-ന് ആരംഭിക്കുന്ന സന്ദർശനത്തിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി രാഹുൽ സംവദിക്കും. പുനെയിലുള്ള കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സന്ദർശിച്ച റഷ്യൻ മേജർ ജനറൽ മാർച്ചെങ്കോ ആന്റോയുടെ നേതൃത്വത്തിലുള്ള സംഘം 6-അംഗ പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തിയത് വിഷയവിദഗ്ധരുടെ കൈമാറ്റ പരിപാടിയുടെ ഭാഗമായി. JPC റിപ്പോർട്ട് സമർപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബജറ്റ് സമ്മേളനം അവസാനിക്കുക ഏപ്രിൽ 4-ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റുകൾ കുറഞ്ഞത് ഭരണത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. 2014 മുതൽ ഭരണത്തിൽ ഒരു കുറവുമില്ലെന്നും കേന്ദ്രമന്ത്രി. പുനെയിലെ മുൽഷി തഹസിലിലെ ഉറവാഡെ പ്രദേശത്തിനടുത്തുള്ള ഫാക്ടറിയിൽ തീപിടുത്തം. ആളപായമില്ല. ജാർഖണ്ഡിൽ വൻ നിക്ഷേപത്തിനൊരുങ്ങിയ അദാനി ഗ്രൂപ്പ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായി കൂടിക്കാഴ്ച നടത്തി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി. ജാർഖണ്ഡിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ചയായി.
ജമ്മുകശ്മീർ കത്വയിൽ സുരക്ഷാസേനയുടെ തെരച്ചിൽ തുടരുന്നു. ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച 4 സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഹീരനഗറിൽ തിരിച്ചറിഞ്ഞ അതേ ഭീകരരാണ് ജുതാന ആക്രമണത്തിന് പിന്നിലും. ഉത്തർപ്രദേശിലെ ഭാദോഹിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം, 1 മരണം. ഹരിയാനയിലെ പഞ്ച്കുലയിൽ നിയന്ത്രണം വിട്ട കാർ മെഡിക്കൽ ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയ അപകടം, 2 മരണം, 3 പേർക്ക് പരുക്ക്. ഇനി രാജ്യാന്തര വാർത്തകൾ നോക്കാം. കഴിഞ്ഞ വർഷം പിടിച്ചെടുത്ത റഷ്യയുടെ കുർസ്ക് മേഖലയിലെ നിയന്ത്രണം യുക്രൈനിയൻ നഷ്ടത്തിന് നഷ്ടപ്പെട്ടതാകുമെന്ന സൂചന. സമീപ പ്രദേശമായ ബെൽഗറോദ് മേഖലയിലേക്ക് കടന്നെന്ന് റഷ്യൻ സൈന്യം. ലെബനനിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ആക്രമണം ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെ. നാടുകടത്തൽ ഭീഷണി നേരിട്ട അമേരിക്കയിലെ ഓർണൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. നടപടി ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ നിയമപരമായ നടപടി തുടങ്ങിയതോടെ. ഡൊണാൾഡ് ട്രംപുമായി ആശയവിനിമയം നടത്താൻ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. തീരുമാനം ട്രംപ് കാനഡ സന്ദർശിക്കാനിരിക്കെ. സുഡാൻ തലസ്ഥാനമായ ഖാർത്തൂമിൽ നിന്ന് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പോരാളികളെ തുരത്തി സുഡാൻ സൈന്യം. നടപടി ആക്രമണം തുടങ്ങി 2 വർഷത്തിനു ശേഷം. യമനിലെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള 40-ലധികം സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തി യു എസ് ആക്രമണത്തിൽ നിരവധി റെസിഡൻഷ്യൽ വീടുകളും കടകളും തകർന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഭാര്യ ഉഷയും ഗ്രീൻലാൻഡിലെത്തി. വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സ്, ഊർജ്ജ സെക്രട്ടറി ക്രിസ് റെറ്റ് എന്നിവരും അമേരിക്കൻ പ്രതിനിധി സംഘത്തിൽ. ഐക്യത്തിന് ആഹ്വാനം ചെയ്ത ഗ്രീൻലാൻഡിന്റെ സർക്കാർ. നടപടി US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി. ദക്ഷിണ ചൈന കടലിലെ തർക്കമുള്ള ദ്വീപിനുമേൽ പരമാധികാരം സ്ഥാപിക്കാനുള്ള നീക്കവുമായി ചൈന. സ്കാബറോ ഷാളിന് ചുറ്റും ചൈന 2 ദീർഘദൂര H-6 ബോംബർ വിമാനങ്ങൾ വിന്യസിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ. ചൈനയുമായുള്ള പ്രശ്നം വർദ്ധിക്കുന്നതിനിടെ ഇന്തോ പാസിഫിക് മേഖലയിൽ സാന്നിധ്യം കൂട്ടിയ അമേരിക്ക. ഇന്തോ പാസിഫിക് മേഖലയിലെ രാജ്യങ്ങളുമായി സംവദിക്കാൻ US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. നേപ്പാളിലെ കലാപത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ 2 പേരും മരിച്ചതിനു പിന്നാലെ അടിയന്തര യോഗം ചേർന്ന സർക്കാർ. അക്രമത്തിൽ 30 പേർക്ക് പരുക്ക്. നേപ്പാളിൽ കർഫ്യൂ തുടരുന്നു. പാകിസ്ഥാൻ അധിനിവേശ ഗിൽഗിത് ബാൾട്ടിസ്ഥാനിൽ വൻ മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം ശക്തമായ പേമാരിയും അനുഭവപ്പെട്ടതോടെ ആശയവിനിമയ സംവിധാനങ്ങൾ ഉൾപ്പെടെ തകരാറ്. റമദാൻ അവസാന വെള്ളിയാഴ്ച മക്കയിലെ ഹറം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയത് ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന ജുമുഅ നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും ഷൈഖ് യാസിർ ദോസരി നേതൃത്വം നൽകി. പെരുന്നാൾ അവധി ദിനങ്ങളിലെ മെട്രോ ബസ് സമയക്രമം പ്രഖ്യാപിച്ച് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇന്നു മുതൽ അടുത്ത മാസം 2 വരെ സർവീസുകളിൽ മാറ്റമുണ്ടാകും. തൊഴിലാളികൾക്കായി പെരുന്നാൾ ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കാമെന്ന പ്രമേയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും. ഈദ് അവധി ദിനങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ UAEയിലെ വിമാനത്താവളങ്ങൾ. അവധി ദിനങ്ങളിൽ 36 ലക്ഷത്തിലേറെ യാത്രക്കാർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ. ഓട്ടോമൊബൈൽ വ്യവസായത്തെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ അപലപിച്ച ലോക നേതാക്കൾ. കാനഡയും US-ഉമായുള്ള അടുത്ത ബന്ധം അവസാനിച്ചെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് പ്രഖ്യാപനം അമേരിക്കയിലെ പണപ്പെരുപ്പം കൂട്ടാൻ സാധ്യത. വ്യക്തിഗത ഉപഭോഗ ചെലവ് സൂചിക ഉയർന്നതായി കണക്കുകൾ. ട്രംപിന്റെ താരിഫ് നയപ്രഖ്യാപനത്തിൽ അസ്ഥിരമായി യൂറോപ്പ് വിപണി. യൂറോ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് 1000 ടൺ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയെന്ന് ചൈന. കഴിഞ്ഞ വർഷം മാത്രം ചൈനയിൽ കണ്ടെത്തിയത് 300 ടൺ സ്വർണ്ണം. നിർണായകമായ കരാറുകളിൽ ഒപ്പുവെച്ച് ചൈനയും ബംഗ്ലാദേശും. സാമ്പത്തിക സാങ്കേതിക കരാറുകളിൽ ഒപ്പുവെച്ചു. ബംഗ്ലാദേശിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് ചൈന. നിർണായക കൂടിക്കാഴ്ച നടന്നത് ചൈനയിലെ ബീജിംഗിൽ. വിവോ X200 അൾട്രാ ലോഞ്ചിംഗ് ഉടൻ ഉണ്ടാകുമെന്ന് കമ്പനി.
8 എലൈറ്റ് ചിപ്സെറ്റും 200 മെഗാ പിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയും പ്രധാന സവിശേഷത. റിയൽമി 14 സീരീസിന്റെ വില കുറയും. ഇന്ത്യൻ വിപണിയിൽ റിയൽമി 14 സീരീസ് എത്തിയത് ജനുവരി മാസത്തിൽ. ഫ്രണ്ട്സ് ടാബ് എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനൊരുങ്ങി ഫേസ്ബുക്ക്. പോസ്റ്റുകൾ, സ്റ്റോറികൾ, റീലുകൾ, ജന്മദിനങ്ങൾ, ഫ്രണ്ട് റിക്വസ്റ്റുകൾ എന്നിവയുടെ ഫീഡിൽ മാറ്റം വരുത്തും. മൗറീഷ്യസിൽ മാർക്കറ്റിൽ ഇലക്ട്രിക് വാഹനം അവതരിപ്പിച്ച ടാറ്റ മോട്ടോഴ്സ്. മൗറീഷ്യസിൽ വ്യാപാരം നടത്തുന്നത് അലീഡ് മോട്ടോഴ്സുമായി ചേർന്ന്. കഴിഞ്ഞ മാസം 400 ട്രെയിനുകളെ പുറത്താക്കിയ ഇൻഫോസിസ് 45 പേരെ കൂടി മൈസൂരു ക്യാമ്പസിൽ നിന്ന് പിരിച്ചുവിട്ടു. പരിശീലനത്തിന്റെ ഭാഗമായുള്ള പരീക്ഷ വിജയിക്കാത്തവർക്കെതിരെയാണ് ഈ നടപടി. ഇനി കായിക വാർത്തകൾ നോക്കാം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കേണ്ടിയിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സ് മത്സരം പുനഃക്രമീകരിച്ച് BCCI ഏപ്രിൽ 6 നടക്കേണ്ട മത്സരം ഏപ്രിൽ 8 മാറ്റി. നടപടി കൊൽക്കത്ത പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചു. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ റയൽ മാഡ്രിഡ് ഇന്ന് കളത്തിൽ. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ ലഗാനസ് എതിരാളികൾ. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. രാത്രി 7:30 അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു FC-യും മുംബൈ സിറ്റി FC-യും ഏറ്റുമുട്ടും. IBFF പാർഷ്യലി സൈറ്റഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. 1-2 ഗോളുകൾക്ക് കേരള ടീം കിരീടം നേടി. മയാമി ഓപ്പൺ ഫൈനലിൽ യോഗ്യത നേടി അരീന സബലങ്കെ. ജസിക പൊലുങ്കയാകും ഫൈനലിലെ എതിരാളി. ജോക്കോവിച്ച് മയാമി ഓപ്പൺ സെമിയിൽ. മാസ്റ്റേഴ്സ് 1000 സെമിയിലെത്തുന്ന ആദ്യ താരമെന്ന നേട്ടവും ജോക്കോവിച്ച് സ്വന്തമായി. സൈജു കുറുപ്പ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം അഭിലാഷം ഇന്ന് തിയേറ്ററുകളിലേക്ക്. ഷംസു സെയ്ബയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. എമ്പുരാനെ വരവേറ്റ് ഓസ്ട്രേലിയൻ മലയാളികളും. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ചിത്രമായ എമ്പുരാൻ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരും. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫയർ സർവീസ് അസോസിയേഷൻ നിർമ്മിച്ച വീഡിയോ ആൽബം ഡയൽ 101 ഫയർ സർവീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷജിൽ കുമാർ പ്രകാശനം ചെയ്തു. നൽകിയിരിക്കുന്ന അക്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ സംഖ്യ കണ്ടെത്തിയാൽ സൗജന്യമായി ഓപ്പോയുടെ സ്മാർട്ട് ഫോൺ സമ്മാനം ലഭിക്കുമെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണ്. സന്ദേശം പ്രചരിക്കുന്ന ഫോൺ മോൾ എന്ന പേരിലുള്ള പേജിന് ഒപ്പോയുടെ ഔദ്യോഗിക പേജുമായി യാതൊരു ബന്ധവുമില്ല. ലേറ്റസ്റ്റ് ന്യൂസ്. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം 4.7 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംയുക്ത നാവിക അഭ്യാസത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യയും റഷ്യയും. 6 ദിവസത്തെ പരിപാടിക്കാണ് തുടക്കമായത്. കൊളംബിയ സർവകലാശാലയുടെ ഇടക്കാല പ്രസിഡന്റ് കത്രീന ആംസ്ട്രോങ് രാജിവെച്ചു. നടപടി പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾക്കെതിരെ ട്രംപ് ഭരണകൂടം സ്വീകരിച്ച നടപടികൾ കണക്കിലെടുത്ത്. പകരം ട്രസ്റ്റി ബോർഡ് കോ ചെയർപേഴ്സൺ ക്ലെമൻ ഷിപ്മാനെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ചു. ഭൂകമ്പ സഹായത്തിനായി മ്യാൻമറിന് ഐക്യരാഷ്ട്രസഭ $5 മില്യൺ അടിയന്തര സഹായം നൽകി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ലോക സംഘടന. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിലേക്ക്. കലാപമുണ്ടായ നേപ്പാളിൽ സൈന്യത്തെ വിന്യസിച്ചു. കാഠ്മണ്ഡുവിലെ ടിങ്കുനെ, കൊടേശ്വർ, സിനമംഗൽ പ്രദേശങ്ങളിൽ കർഫ്യൂ തുടരുന്നു. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അടിയന്തര യോഗം വിളിച്ചു. അമേരിക്കയിൽ അഞ്ചാമ്പനി പടരുന്നു. 24 മണിക്കൂറിനുള്ളിൽ 483 അഞ്ചാമ്പനി കേസുകൾ സ്ഥിരീകരിച്ചു. 2 മരണം.
കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പ്രതികൾ. സോനു സാമുവൽ, കുളിര അഖിൽ എന്നിവർക്കും പങ്കെന്ന് പോലീസ്. പങ്കജാണ് മുഖ്യ സൂത്രധാരനെന്നും പോലീസ്.